ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ പുതിയൊരു ഹാർഡ് കോർ സീരീസ് ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. കഴിഞ്ഞ ഹാർഡ് കോർ സീരീസിൽ നമ്മൾ മൊത്തം മുഞ്ചിയായിരുന്നു. നമ്മൾ ബ്രീഡറിനകം നോക്കിയിട്ട് ഡെഡ് ആയിരുന്നു. ഓക്കെ, ഇപ്രാവശ്യം നമ്മളായിട്ട് ചേഞ്ച് ചെയ്ത് പുതിയൊരു ഹാർഡ് കോർ സീരീസ് ആയിട്ടാണ് വന്നേക്കുന്നത്. സോ നമുക്കിത് വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മൾ അന്നത്തെ പോലെ തന്നെ 100 days ഹാർഡ് കോർ ചാലഞ്ച് നെയിം ഒക്കെ ഇട്ടേക്കുന്നത്. സോ ഇതിലൊക്കെ നമുക്ക് കുറച്ച് ടാസ്കുകൾ നമ്മൾ സെറ്റ് ആക്കുന്നുണ്ട്. ടാസ്ക് നമ്പർ 1 എന്ന് ചോദിക്കുമ്പോൾ സർവൈവ് എന്നുള്ള ഒരു ടാസ്ക് ആണ്. കാരണം ഞാൻ ലാസ്റ്റ് സീരീസോടെ എനിക്ക് ഒരു തീരുമാനമായത്. ടാസ്ക് നമ്പർ സോറി ടാസ്ക് നമ്പർ 1 ഒരു ലൈക്ക് അപ്ഗ്രേഡ് ആവുക, ലൈക്ക് സ്റ്റോൺ ടൂൾസ് ഒക്കെ സെറ്റ് ആക്കാം, ഫുഡ് അങ്ങനത്തെ ഒക്കെ സെറ്റ് ആക്കാം. ടാസ്ക് നമ്പർ 2 എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു സ്റ്റാർട്ടർ ബേസ് പണിയാനാണ് നമ്മുടെ ടാസ്ക് നമ്പർ 2 എന്ന് പറയുന്നത്. ആൻഡ് ടാസ്ക് നമ്പർ 3 ആണ് നമ്മുടെ സർവൈവ് എന്നുള്ളത്, സർവൈവ് ചെയ്യാൻ. ഹാർഡ് കോർ സീരീസിൽ നമ്മൾ 3 ടാസ്കുകൾ വെച്ചായിരിക്കും എല്ലാ വീഡിയോസിലും ഉണ്ടാവുക. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് നേരെ ഇനി ക്രിയേറ്റ് ന്യൂ വേൾഡ് കൊടുക്കാം. ഓക്കെ, സോ അതിന് മുമ്പ് ഹാർഡ് കോർ എല്ലാം സെറ്റ് ആണ്. ഓക്കെ, സോ ഈ ഹാർഡ് കോറെങ്കിലും നന്നായി ഓടിയാൽ മതിയായിരുന്നു. സോ അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പരിപാടി. മെയിൻ ഗോള് നമ്മുടെ ബേസ് ഉണ്ടാക്കാനാണ്, പിന്നെ കുറച്ച് ടൂൾസും അങ്ങനത്തെ സെറ്റപ്പാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് ക്രിയേറ്റ് ന്യൂ വേൾഡ് കൊടുത്തേക്കാം. ക്രിയേറ്റ് ന്യൂ വേൾഡ്. ഓക്കെ, ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഡു ഇറ്റ് ഗൈസ്. ഓക്കെ, അപ്പോൾ നല്ലൊരു പ്ലെയിൻസ് ബയം കിട്ടിയ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ബട്ട് എനിക്ക് കഴിഞ്ഞ സീസണോടെ മനസ്സിലായി പ്ലെയിൻസ് ബയും കിട്ടിയാലും വലിയ കാര്യമൊന്നുമില്ല. കാരണം കഴിഞ്ഞ സീരീസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് എപ്പിസോഡ് ഡെഡ് ആയി. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ഇപ്പൊ കിട്ടിയത് നമ്മുടെ പ്ലെയിൻസ് ബയം തന്നെയാണ്. സോ ചെറിയ ലാഗ് ഇല്ലേ, അങ്ങോട്ടാണ് സണ്ണുള്ളത്. ഓക്കെ, ഓക്കെ, ഒരു പ്ലെയിൻസ് കറക്റ്റ് ബയോമാണ് എനിക്ക് കിട്ടിയത്. ചുറ്റും പ്ലെയിൻസ് ആണ് തോന്നുന്നത്. ഓക്കെ, ആൻഡ് ഓക്കെ, സോ ഈ ചെറിയ ലാഗ്, അത് വേൾഡ് ലോഡ് ആവുന്നതിന്റെ ചെറിയൊരു ലാഗ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ട്രീ കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ സെറ്റിങ്സ് ഓപ്ഷൻ ഒന്ന് മാറ്റം. ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ലീവ്സ് ഒരു റിസോഴ്സ് പാക്ക് ഇട്ടപ്പോ അതിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി ഗൈസ്. ഓക്കെ, ഗൈസ്, അപ്പൊ നമ്മൾ ട്രീ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ട്രീ ഇവിടെ തന്നെ വെച്ചേക്കാം. ഫസ്റ്റ് ഓക്ക് നമുക്ക് ഇവിടെ തന്നെ വെച്ചേക്കാം. ലോഗ്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് അത് എടുക്കാം. സോ ഇതും കൂടെ നമുക്ക് അങ്ങ് എടുത്തേക്കാം ഗൈസ്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു ഏരിയ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബെഡ് കണ്ടുപിടിക്കണം. അതും ഒരു ഗോളാണ് ഗൈസ്. ഓക്കെ, സോ നമുക്ക് നേരെ ബെഡ് കണ്ടുപിടിക്കാനായിട്ട് ഷീപ്പിനെ തട്ടണം ഗൈസ്. ഓക്കെ, സോ നമുക്കൊരു ഓക്കെ, ഇങ്ങോട്ടൊക്കെ ഒന്ന് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാവൂ. ജസ്റ്റ് മിസ് ഗൈസ്. നമുക്കപ്പേ മറ്റേ അഡ്വാൻസ്മെന്റും അതൊക്കെ നമുക്ക് സെറ്റ് ആകാം. എന്തായാലും ഇവിടെ ചാടി ചെയ്തില്ല, അപ്പൊ നമുക്ക് അതങ്ങ് എടുത്തേക്കാം ഗൈസ്. ഓക്കെ, നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് സെറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ ക്രാഫ്റ്റിംഗ് ടേബിൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ഒരു പിക്കാക്സ് സെറ്റ് ആക്കാം. പിക്കാക്സ് വുഡൻ പിക്കാക്സ് സെറ്റ് ആക്കാം. ബാക്കി ഇങ്ങനെ. ഓക്കെ, ഓക്കെ, സെറ്റ്. ഇപ്പോൾ വുഡൻ പിക്കാക്സ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റോൺ ഏജ് ടാസ്ക് 1ന്റെ ഒരു ലെവലാണ് ഇത്. ഗ്രേഡ് എന്താ പറ്റിയത്? ഓക്കെ, ഓക്കെ, നമ്മളുടെ അടുത്തുണ്ട്. കുറച്ചും കൂടെ സ്റ്റോൺ നമുക്കങ്ങ് മൈൻ ചെയ്തെടുക്കാം. സ്റ്റോൺ കുറച്ച്. ഓക്കെ, ബിൽഡിങ്ങിന് വേണ്ടിയിട്ട്, പിന്നെ സർവൈവ് ചെയ്യാനും അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്ലോക്സ് എടുത്ത് വെച്ചേരാൻ കയ്യിൽ. ഓക്കെ, സോ എങ്ങനെ മൈൻഡ് ചെയ്യാം? ഓക്കെ, സോ ഞാൻ മൈൻഡ് ചെയ്യുന്ന പാർട്ട് കഴിഞ്ഞു. ഓക്കെ, ഇതും കൂടി മതി. ഓക്കെ, സെറ്റാണ്. ഓക്കെ, സെറ്റ്. ഓക്കെ, അപ്പൊ നമ്മള് അതങ്ങ് എടുത്തിട്ടുണ്ട്. ഞാൻ അപ്പൊ കുറച്ച് സ്റ്റോൺ മൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ബാക്കി പാർട്ടൊക്കെ. ഓക്കെ, സ്റ്റോൺ മൈൻഡ് ചെയ്തത്. അപ്പൊ നമുക്ക് കുറച്ചിങ്ങ് എടുത്തേക്കാം.
ഇത് എടുത്തിട്ട് നമ്മുടെ പിക്യാക്സും കൂടി ഒരെണ്ണം സെറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ടാസ്ക് നമ്പർ 1 ഇസ് കംപ്ലീറ്റ് ഗൈസ് സക്സസ്ഫുള്ളി. യെസ്, ഓക്കെ. സോ ഇനി നമുക്ക് മേളിലേക്ക് കയറാം. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് എടുത്തേക്കാം. ഓക്കെ, ഞാൻ താഴ്ത്തു പോയി. ഓക്കെ, നമുക്കപ്പോൾ ഈ സ്റ്റോൺ ഒന്ന് എടുത്തിട്ട് നമുക്ക് നേരെ മേളിലേക്ക് പോവാം. ഓക്കെ, സെറ്റ്. ഓക്കെ, ഇവിടെ സ്റ്റോൺ. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ് ഏരിയ ഒന്ന്. അടുത്തുള്ള ഓക്കെ, ഒരു ഷീപ്പിനെ കിട്ടി. ഞാൻ കണ്ടില്ലായിരുന്നു, ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ഇതായത്. സോ നമുക്കിനി കുറച്ചങ്ങോട്ട് നീങ്ങി നോക്കാം. യെസ്, കുറച്ച് ഇവിടെ ഷീപ്പും കാണുന്നില്ല. ഇപ്പോഴേം കുറച്ചും കൂടി അങ്ങ് പോയി നോക്കാം നമുക്ക്. ലൈക്ക് യെസ്, നമുക്ക് അങ്ങനെ കുറച്ച് പോയി നോക്കാം. ഓക്കെ, നമുക്ക് റീപ്ലേ മോഡ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കാം. കാരണം റീപ്ലേ മോഡ് കുറച്ച് ലാഗ് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത് വേൾഡ് ലോഡ് ആവുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇനി ഇതും കൂടി ലാഗ് അറിയും. ഓക്കെ, സോ നമുക്കിനി കുറച്ചങ്ങോട്ട് നീ നോക്കാം. കുറച്ച് ഫുഡിനുള്ള സോഴ്സ് ഇവിടെ ഉണ്ട് ഗൈസ്. ഓക്കെ, പക്ഷെ നമുക്കിപ്പോ ഫസ്റ്റ് വേണ്ടത് ഷീപ്പിനെയാണ്. സോ ഷീപ്പിനെ കണ്ടുപിടിക്കാം. അതെന്താ? അത് നമ്മൾ കഴിഞ്ഞ സീസണും കഴിഞ്ഞ സീരീസ് ഹാർഡ് കോർ സീരീസ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. സോ ഇതങ്ങ് എടുത്തേക്കാം. ഒരു ഡെക്കറേഷൻ സംഭവമാണ് അത്. സോ റിവർ സൈഡ് ആണ് അത്. ആൻഡ് നമുക്ക് ഇത് വലിയൊരു ഐലൻഡ് ആണ്. ഇത് ലൈക്ക് ചെറിയ ഐലൻഡ് അല്ല, ഒരു വലിയൊരു ഹ്യൂജ് ഐലൻഡ് ആണെന്ന് തോന്നുന്നുണ്ട്. ഫുൾ പ്ലെയിൻസ് ആണ്. ഒരുപാട് ഹോൾസ് ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോ ഹോൾസിനൊന്നും വേണ്ട, നമുക്കൊരു നല്ലൊരു ഏരിയ ആണ് ഇപ്പോൾ വേണ്ടത്. സോ നമുക്ക് ഇവിടെ ഒന്ന് അഡ്വഞ്ചർ ചെയ്തൊന്ന് നോക്കാം ഗൈസ്. ഓക്കെ, ഓക്കെ, ഓക്കെ. ഒരു ഷീപ്പിനെ പോലും കണ്ടെത്താൻ പറ്റുന്നില്ല. ഷീപ്പ് മാത്രമില്ല, ബാക്കി എല്ലാം ഉണ്ട് ഗൈസ്. ഞാൻ ഹാർഡ് കോർ കൊടുക്കുമ്പോൾ ഇതാ പ്രശ്നം, ഷീപ്പിനെ കണ്ടുപിടിക്കാനാണ് പാട്. സോ നമുക്ക് തപ്പാം. ഷീപ്പ് 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 വെറുതെ ഷീപ്പ് അല്ലാണ്ട് വേറെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ, ഷീപ്പ് ഒഴിച്ച്. ഷീപ്പ് ഒഴിച്ചല്ല, ബാപ്പ എവിടെയാണോ ഉണ്ട്. 1 മിനിറ്റ് ഗൈസ്, ഞാൻ ഒരു നോട്ടിഫിക്കേഷൻ. ഓക്കെ, ഓക്കെ ഗൈസ്, നമ്മൾ തന്നെ ഒരു കേവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു ഒരു ഉൽക്ക പോലത്തെ ഒരു കേവ് ആണ് ഗൈസ്. ഉൽക്ക വന്ന് വീണാന്ന് തോന്നുന്നു. ഓക്കെ, ഇത് നല്ലൊരു അത്യാവശ്യം മൈനിങ് ഏരിയ ഒക്കെ സെറ്റ് ആക്കാനുള്ള ഒരു സംഭവം ഉണ്ട് ഈ കേവില്. സോ അത് നമുക്ക് നോക്കാം. സോ അതിന്റെ കൂടെ ഗെയിമർ ബോയുടെ ഒരു നോട്ടിഫിക്കേഷൻ. അത്യാവശ്യം നല്ല കേവാന്ന് തോന്നുന്നു. ലൈക്ക് ഒരു ഉൽക്ക വീണ പോലെ എന്തെങ്കിലും നമുക്ക് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ബിൽഡ് പോലെ സെറ്റ് ആക്കാം. ബിൽഡ് സെറ്റ് ആക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ സർവൈവ് ചെയ്യണം. ഓക്കെ, സോ അതിനാണ് നമുക്ക് ഷീപ്പ് കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്. സോ കുറച്ചധികം ഷീപ്പ് ഉണ്ട്. നമുക്ക് ബെഡ് ഉണ്ടാക്കാനുള്ള അധികം ഷീപ്പ് ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഇതിനെയും കൂടി അങ്ങ് എടുക്കാം. ഓക്കെ, സെറ്റ്. അപ്പൊ നമുക്കൊരു ബെഡ് ഉണ്ടാക്കാനുള്ളതായിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഒരു ബേസ് സെറ്റ് ആക്കാനുള്ള ഏരിയ നോക്കാം. ഓക്കെ, സോ നമുക്കിനി രണ്ട് ടാസ്ക്കാണ് ബാക്കിയുള്ളത്. അതിൽ ഒരു ടാസ്ക് ഈ വീഡിയോ മൊത്തം ഉണ്ടാവും, ഒരു ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. സോ ഒരു ബേസ് സെറ്റ് ആക്കാനുള്ള ഒരു ഏരിയ ആണ് നമുക്കിപ്പോൾ വേണ്ടത്. ഓക്കെ, സോ നമുക്ക് കുറച്ച് ട്രീ കട്ട് ചെയ്തെടുക്കാം. നമുക്കൊരു ബെഡ് ആദ്യം തന്നെ സെറ്റ് ആക്കി വെക്കാം. നൈറ്റ് ആവണ വരെ വെയിറ്റ് ചെയ്യണ്ട. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ബെഡ് അങ്ങ് സെറ്റ് ആക്കാം. അത്യാവശ്യമുള്ള വുഡ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇതങ്ങ് എടുക്കാം. ഓക്കെ, ഓക്സ് ഓക്ക് ലോഗ് നമുക്ക് ഇനി പ്ലാൻസ് ആക്കാം. അത് ഇനി നമുക്ക് റെസിപ്പി ഓപ്പൺ ചെയ്യാം. സോ ഇനി ഒരു ബെഡ്. ഓക്കെ, ഞാൻ ആ മേളിൽ ഇരിക്കുന്ന ബെഡ് എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ബെഡ് അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബെഡ് ഗോളും സെറ്റ് ആയേക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് ഒരു ബേസ് ഉണ്ടാക്കാനുള്ള ഏരിയ നമുക്ക് ഇനി വേണ്ടത്. സോ നമുക്ക് ഈ മൈനിങ് ഏരിയന്റെ ഒരു അടുത്തുള്ള ഏരിയ അങ്ങനെയാണ് ഞാൻ നോക്കുന്നത്. സോ അതാണ് ഞാൻ വേണ്ടത്. മൈനിങ് ഏരിയയുടെ നമുക്ക് സൈഡിലായിട്ട് തന്നെ ഒരു ബേസ്. അപ്പൊ ഈ ഏരിയക്ക് ആയിട്ടാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നേരെ വരാം, മൈൻഡ് ചെയ്യാം, അങ്ങനെ നോക്കാം. ഓക്കെ, സോ ഇവിടെയായിട്ട് ഈ ഏരിയ നല്ലതായിരുന്നു അല്ലേ?
ലൈക്ക് ഇതൊരു പ്ലെയിൻസ് ഏരിയ അല്ലേ, ലാൻഡ് ആയിട്ട് കിടക്കുന്നത്. ഇവിടെ ഒരു ബേസ് ഉണ്ടാക്കിയ നേരെ മുമ്പിലായിട്ട് തന്നെയാണ് നമ്മുടെ മൈനിങ് ഏരിയയും വരാം. അപ്പൊ കുറച്ചും കൂടെ ക്ലിയർ ആവും, നല്ല ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ബേസ് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത്. ഞാൻ വലിയ ബേസ് ഒന്നും അല്ല, ചെറിയൊരു സ്റ്റാർട്ടർ ബേസ് നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു ബേസ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇപ്പോ. ഓക്കെ, സോ ഇവിടെ ആയിട്ട് നമുക്ക് നോക്കണം കഴിച്ചാൽ, ഞാൻ ചെറിയ ബേസ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഏരിയ മതിയാവും. സോ നമുക്ക് ഈ ഏരിയ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം, ലൈക്ക് ഈ ഗ്രാസ് ഒക്കെ ഒന്ന് ഇതാക്കിയിട്ട്. സോ ലെറ്റ്സ് ഡു ഇറ്റ് ഗൈസ്. ഓക്കെ, നമുക്കൊരു ബെഡ് ഇവിടെ വെച്ചേക്കാം. നമ്മുടെ ബെഡ് നമുക്ക് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ലീപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ ബേസിന്റെ റീപ്ലേ മോഡ് ഒന്ന് കണ്ടിട്ട് വാ ഗൈസ്. അപ്പോൾ ഒരു നല്ല മ്യൂസിക് കിട്ടും. നേരെ ഒരു റീപ്ലേ മോഡ്. ഓക്കെ, All you gotta do is gotta barra guri 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 no nata kalludi ko yillo ganju dambala vadi mutton golden carrot stirling in the fish curry can't grind roast yeah so you can't be. All you gotta do is gotta barra guri 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 no nata kalludi ko yillo ganju dambala vadi mutton golden carrot stirling in the fish curry can't grind roast yeah so you can't be. Basically bro aga ninne kondu pala vadi you can be a builder or a master in PvP speed runner or be a slow walker baby. The only limit is your own creativity. So just start playing and you will see മുന്നോട്ട് പോകാനുള്ള പല പല വഴി. just start playing and you will see മുന്നോട്ട് പോകാനുള്ള പല 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 like you Minecraft god ആകാനുണ്ടോ കുറുകു വഴി. MC got it, I need my buddy Sudhi anyway be a got it ain't that easy. work hard like a demon and grind it. പല 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 like find a niche be a master like Dalapati slow ഉന്നക്കം ഉരുവാകും ഒരു community. find a niche master like Dalapati slow ഉന്നക്കം ഉരുവാകും ഒരു community. പല പല all you gotta do is gotta barra guri 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 no nata kalludi ko yillo ganju dambala vadi mutton golden carrot stirling in the fish curry can't grind roast yeah so you can't be. All you gotta do is gotta barra guri 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 no nata kalludi ko yillo ganju dambala vadi mutton golden carrot stirling in the fish curry can't grind roast yeah so you can't be. നീ വളരുമ്പോ വഴിയിൽ വരും ഒരു സോംബി വലിച്ചു താഴെയിടാൻ ഒരവസരം നോക്കി. നീ വളരുമ്പോ വഴിയിൽ വരും ഒരു സോംബി വലിച്ചു താഴെയിടാൻ ഒരവസരം നോക്കി. കലാപരമായി എന്തെങ്കിലും കഴിവിപ്പ നിനക്കുണ്ട നിന്നെ ചുണ്ടി പഴി പഴി മുട്ടിക്കടി ശീലമുണ്ടോ വിരലൊരു പാടിപ്പ നിന്നെ നേരെ ചൂണ്ടന്നുണ്ട കാറടി മണ്ണിലുറങ്ങാനിപ്പള ചെയ്യുണ്ടോ പഴി പഴി കുഴി 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 പഴി 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 കുഴി 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 പഴി പഴി. make that പഴി your ഇന്ധനം reach to the sky. be like God പിന്നെ look down and smile. make that പഴി your ഇന്ധനം reach to the sky. be like God പിന്നെ look down and smile. തക തക ഓർക്കുക ഇറ്റ്സ് not easy. മെല്ലെ കയറി പടി നിന്റെ കൂടെ കാണും നിന്റെ കൂട്ടുകാർ. allies your chunks they make you shine like glowberries. എടുക്ക് pickaxe പിന്നെ കുഴി കുഴി no worries. gotta have the bones to turn a wild wolf to an in. loyal nonsense like noobs and Ultron 17. ഒറ്റ കാര്യം ബ്രോ കേൾക്കരുത് എന്റെ പൊന്നടവയൊന്ന് അവിടെ നിൽക്ക് കേൾക്കരുത്. ടേബിൾ നിന്നെ വരണത് നിന്റെ ഹയ്യസിൽ ഒരിക്കലും മറക്കരുത്. അപ്പോ നീ വന്ന വഴി കലാപരമായി എന്തെങ്കിലും കഴിവിപ്പ നിനക്കുണ്ട നിന്നെ ചുണ്ടി പഴി പഴി മുട്ടിക്കടി ശീലമുണ്ടോ വിരലൊരു പാടിപ്പ നിന്നെ നേരെ ചൂണ്ടന്നുണ്ട കാറടി മണ്ണിലുറങ്ങാനിപ്പളാശയുണ്ട പഴി പഴി കുഴി കുഴി പഴി പഴി കുഴി കുഴി. all you gotta do is gotta barra guri 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 no nata kalludi ko yillo ganju dambala vadi mutton golden carrot stirling in the fish curry can't grind roast yeah so you can't be. all you gotta do is gotta barra guri 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 no nata kalludi ko yillo ganju dambala vadi mutton golden carrot stirling in the fish curry can't grind roast yeah so you can't be. all you gotta do is gotta barra guri 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 no nata kalludi ko yillo ganju dambala vadi mutton golden carrot stirling in the fish curry can't grind roast yeah so you can't be. work hard be yourself in this journey. you can be the guy day by day that you wish to be. in the best family തന്നെയാകണം ഇനി പിന്നെ just plan and do accordingly. കുഴി 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 ഇത് വഴി അത് വഴി grinding and working hard is the only വഴി grinding and working hard is the only വഴി grinding and working hard. അങ്ങനെ ഗൈസ് റീപ്ലേ ബാക്കി അടിച്ചു പോയി ഗൈസ്. ഓക്കെ ഓക്കെ, അപ്പൊ ആ സാധനം കിട്ടിയില്ല ഗൈസ്, എന്താന്ന് അറിയില്ല, എന്തോ ബഗ് അടിച്ചു. അപ്പൊ അത് പോയി. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ബേസ് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, സോ ബേസ് നമ്മള് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്.
സോ നമ്മള് ഇതിന്റെ മുമ്പിലായിട്ട് തന്നെ ഉണ്ടാക്കിയത്. സോ നിങ്ങൾക്ക് കുറച്ച് സർപ്രൈസ് ആയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ. സോ കുറച്ച് അപ്ഗ്രേഡ് ഒക്കെ എടുത്ത് കുറച്ച് ഫുഡൊക്കെ ഒപ്പിച്ചിട്ട് അതിന്റെ അടുക്ക് പോയി. പിന്നെ കുറെ ഫ്രീ കട്ടിങ്ങും പിന്നെ സ്റ്റോൺ മൈനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ പരിപാടി ചെയ്ത് എന്തോ ഇപ്പൊ 4 ദിവസം എന്തോ കഴിഞ്ഞു. അപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒപ്പിച്ച് കഴിച്ചു അതിന്റെ ഇടയിൽ. കുറെ സാധനങ്ങൾ ഇപ്പൊ പോയി കണ്ടുപിടിച്ചു. അപ്പോ ഇനി നമ്മുടെ വീട് തന്നെ ഗൈസ്, ഒരു ചെറിയ ചിമ്മിനിയും സൈഡ് സെറ്റ് ആക്കിയിട്ട് ഒരു ചെറിയൊരു വീട്. ഓക്കെ. സോ ഒരു പാർട്ടി പോലെ ഒരു സെറ്റപ്പ് നമ്മൾ ചെറുതായി സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഡെക്കറേഷൻ അവിടെ നിന്ന് കിട്ടിയ സാധനം ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് വെറുതെ. അതിന് കുറച്ച് ഗ്രാസ് ഒക്കെ നമ്മൾ സെറ്റ് ആക്കിയ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാക്കി വന്ന സാധനങ്ങളാണിത്. ഓക്കെ. ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഈ സൈഡ്. നിങ്ങൾ റീപ്ലൈ മോഡലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൽ കുറേ വ്യത്യാസം വന്നിട്ടുണ്ട് ഇതില്. നമ്മൾ കുറേ വേറെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ബാക്ക് വശം സാധാ ക്ലിയർ ആണ്. നമ്മൾ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് വെക്കാം. പിന്നെ ഇതാണ് നമ്മുടെ ചിമ്മിനി ഗൈസ്. ചിമ്മിനി ഓക്കെ. ഇങ്ങനെയുണ്ട് ഗൈസ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും കമന്റ് ബോക്സിൽ പറയാം ഗൈസ്. ഓക്കെ. ചെറിയൊരു സർവൈവ് ചെയ്യാനുള്ള ഒരു ബേസ് ആണ് ഞാൻ ഉണ്ടാക്കിയത്. ഓക്കെ. സോ ഞാൻ ഫ്രീ ക്യാമിൽ കാണിച്ചു തരാം ചുറ്റും ഇങ്ങനെയാണ് വീട് വരുന്നത്. സോ ഞാൻ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഒരു ബിൽഡ് കാണിച്ചു തരുന്നത് ഞാൻ ചെയ്തത്. സോ ഇതാണ് നമ്മുടെ ബിൽഡ്. ഓക്കെ. അപ്പോ ബിൽഡ് എങ്ങനെയുണ്ട്, വലിയ ബിൽഡ് ഒന്നും അല്ല എന്നാലും എങ്ങനെയുണ്ടെന്ന് കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ. സോ നമ്മുടെ ചിമ്മിനി അങ്ങനെയൊക്കെ കുറെ ഡിഫറെന്റ് ബോക്സും കുറച്ച് ഉപയോഗിച്ച് സിമെട്രിക് അല്ല ഞാൻ ഉണ്ടാക്കിയത്. ലൈക്ക് ബ്ലോക്സ് സിമെട്രിക് അല്ല നമ്മൾ സെറ്റ് ആക്കിയത്. വേറെ വേറെ ബ്ലോക്സ് കുറച്ച് കുറച്ചായിട്ട് വെച്ച് കണ്ടില്ല, ഡേ റൈറ്റും ആൻറ്റിസൈറ്റ് ഒക്കെ ആയിട്ട് വെച്ചത്. ആൻഡ് ഇവിടെ ആയിട്ട് ചെറിയ ലാൻഡിനും തൂക്കി ചെറിയൊരു സെറ്റ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് വീടിന്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് വലിയ ഇന്റീരിയർ വർക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് ഐറ്റംസ് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് സ്റ്റോറേജ് കുറച്ച് 5-6 ചെസ്റ്റ് ഇങ്ങനെ വെച്ച് വെച്ചിട്ട് സ്റ്റോറേജ് വേണമെങ്കിൽ സെറ്റ് ആക്കാം. പിന്നെ ഒരു കിച്ചൺ പോലെ എന്തെങ്കിലും സെറ്റ് ആക്കാനുണ്ട്. സോ ഓക്കെ. സോ ഗൈസ് ഫർണാസൊക്കെ കുറച്ച് നമ്മൾ ഫുഡൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായി. കുറച്ച് ഫുഡ് കുറച്ച് കവിനൊക്കെ നമ്മൾ വന്ന് ഗ്ലാസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇന്ത്യയിലും എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയാം ഗൈസ്. ഓക്കെ. സോ നമ്മുടെ ഇന്നത്തെ ഹാർഡ് കോർ സീരീസ് 1 ഡേ ടാസ്ക് നമ്പർ 3 കംപ്ലീറ്റ് ആക്കി ഗൈസ്. കാരണം നമ്മൾ സർവൈവ് ചെയ്തേക്കാണ് നമ്മുടെ ഡേ 1. ഡേ 1 അല്ല, ഡേ 4-5 എന്തോ കഴിഞ്ഞു ഗൈസ്. ഓക്കെ. കുറെ ഡേ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോ നമ്മൾ സർവൈവ് ചെയ്തേക്കാണ്. ഓക്കെ. എന്തോ ഭാഗ്യം ഗൈസ്. ഓക്കെ. സോ ലക്കി നമ്മൾ ആദ്യത്തെ വീഡിയോ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് കുറെ കുറെ പുതിയ പുതിയ വീഡിയോസ് വരുന്നുണ്ട്. ആൻഡ് സർവൈവൽസ് മൾട്ടിപ്ലെയർ സീരീസ് ഇടുന്നുണ്ട്. ബട്ട് പതിയെ ഇടാൻ ഗൈസ്. ഓക്കെ. ഇനി നമുക്ക് വരാനുള്ള വീഡിയോസ് എന്ന് പറയുമ്പോൾ ഹാർഡ് കോർ സീരീസ്, പിന്നെ മൈൻഡ് ബിൽഡിന്റെ പുതിയ എപ്പിസോഡ് ഇടാനുണ്ട്. ആൻഡ് നമ്മുടെ ലെറ്റ്സ് പ്ലേ വാഴ സീരീസിന്റെ ഇടാനുണ്ട്. ഈ 3 സീരീസാണ് നമ്മൾ ഇനി ഇടാൻ പോകുന്നത് guys. കുറച്ച് 2 മന്ത്സിനൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ചിലപ്പോ സർവൈവ് മൾട്ടിപ്ലെയർ വരും ഗൈസ്. ഓക്കെ. സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ചി വീഡിയോ വരുന്നവരെ അരികാത്തു ഗൈസ്. ബൈ ബൈ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ഓക്കെ. ബൈ ബൈ. അടുത്തൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരാം. ബൈ.